ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൊക്കോ ലെമൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനുൾപ്പെടെ മിക്ക അമ്മമാരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞിന് പല്ല് വരാൻ നേരത്ത് വീട്ടിലെ മുതിർന്നവർ പറയും, പല്ല് വന്നല്ലോ, ഇനി കുഞ്ഞ് നടക്കാനായിട്ട് വൈകും എന്നുള്ളത്. അല്ലെങ്കിൽ കുഞ്ഞ് നടക്കാൻ വൈകുമ്പോൾ പറയും ഇത് പല്ല് വന്നത് കൊണ്ടിട്ടാണെന്ന്. ശരിക്കും ഇതിന് പിന്നിൽ എന്തെല്ലാം യാഥാർത്ഥ്യമുണ്ടോ, അതോ പണ്ട് തൊട്ടേ ഇങ്ങനെ പറഞ്ഞു വരുന്നൊരു കള്ളത്തരമാണോ ഇത്? നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് പല്ല് വരുന്നതെന്ന് നോക്കാം. ഏകദേശം ഒരു 4 മുതൽ 10 മാസത്തിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്ന് തുടങ്ങുന്നതാണ്. ഇനി കുഞ്ഞുങ്ങൾ എപ്പോഴാണ് നടക്കുന്നതെന്ന് നോക്കാം. 9 മുതൽ 18 മാസത്തിനിടയിൽ കുഞ്ഞ് നടന്നു തുടങ്ങുന്നതായിരിക്കും. ചില കുഞ്ഞുങ്ങൾ നേരത്തെയും നടക്കാം, അതുപോലെ തന്നെ തിരിച്ചും ചില കുഞ്ഞുങ്ങൾ താമസിച്ചും നടക്കാം. ഇത് തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പല്ല് വരുന്നതും കുഞ്ഞ് നടക്കുന്നതുമായിട്ട് എന്തെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. മെഡിക്കലി പറയുകയാണെങ്കിൽ ഇത് തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ വീട്ടിലെ മുതിർന്നവർ ഇങ്ങനെ പറയുന്നത്? അതിന് ചില കാരണങ്ങളുണ്ട്. ചില പോയിന്റ്സ് കുഞ്ഞിന്റെ പല്ല് വരുന്നതും അതുപോലെ തന്നെ കുഞ്ഞിന്റെ നടത്തവുമായിട്ട് കണക്റ്റ് ആയി കിടപ്പുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, കുഞ്ഞിന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു സമയം ഒരു മൈൽ സ്റ്റോണിലെ ഫോക്കസ് ചെയ്യത്തുള്ളൂ. അതായത് കുഞ്ഞിനിപ്പോൾ പല്ലാണ് വരുന്നതെങ്കിൽ കുഞ്ഞിന്റെ ശരീരത്തിലെ എനർജി മൊത്തം ആ പല്ല് വരുന്നതിൽ കോൺസെൻട്രേറ്റ് ആവും. ഇങ്ങനെ വരാൻ നേരത്ത് കുഞ്ഞുങ്ങൾ നടക്കുവാനായിട്ട് വൈകുന്നതായിരിക്കും. രണ്ടാമത്തേത്, ഈ പല്ല് വരാൻ നേരത്ത് കുഞ്ഞുങ്ങളുടെ മോണയിൽ ഒരു ഡിസ്കംഫർട്ടും ഒരു ഇറിറ്റബിലിറ്റിയും തോന്നുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുഞ്ഞുങ്ങൾ നടക്കുവാനായിട്ടോ അല്ലെങ്കിൽ നടക്കാൻ പ്രാക്ടീസ് ചെയ്യുകയോ ഇല്ല. ഇത് കുഞ്ഞ് നടക്കുന്നത് വൈകുന്നതായിരിക്കും. അടുത്തത്, കുഞ്ഞിന് പല്ല് വരുന്ന ഡിസ്റ്റർബൻസും വേദനയും ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞ് മര്യാദയ്ക്ക് ഉറങ്ങുന്നുണ്ടാവില്ല. ഇത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടാതിരിക്കുകയും കുഞ്ഞുങ്ങളുടെ മസിൽസ് മര്യാദയ്ക്ക് വളരാതിരിക്കാനുള്ള കാരണമാകുന്നു. ഇങ്ങനെ വരാൻ നേരത്തും കുഞ്ഞുങ്ങൾ നടക്കാനായിട്ട് വൈകുന്നതായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞ് നടക്കാൻ വൈകുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് മസിൽ സ്ട്രെങ്ത് ആൻഡ് കോർഡിനേഷൻ ആണ്. രണ്ടാമത്തേത് ഫാമിലി ജെനറ്റിക്സ് ആണ്. അതായത് കുഞ്ഞിന്റെ അമ്മയോ അച്ഛനോ താമസിച്ചാണ് നടന്നതെങ്കിൽ കുട്ടിയും നടക്കുവാൻ താമസിക്കുന്നതായിരിക്കും. മൂന്നാമത്തേത് കോൺഫിഡൻസ് ആൻഡ് പ്രാക്ടീസ് ആണ്. ചില കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. അതായത് കുഞ്ഞ് ഒരു വട്ടം നടക്കാൻ നോക്കിയപ്പോൾ വീണു. ഇങ്ങനെ വരാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് പേടിയായിരിക്കും. പിന്നീട് നടക്കാൻ നേരത്ത് വീഴുമോ എന്നുള്ളൊരു ഭയം കാരണം കുഞ്ഞ് നടക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കുറവായിരിക്കും. നാലാമത്തേത് ടൈം ഓൺ ദ ഫ്ലോർ ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഫ്ലോറിൽ നിർത്തി കളിപ്പിക്കുന്നതും കുറവാണെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നടക്കുവാനായി പ്രാക്ടീസ് ചെയ്യുന്നത് കുറവാണെങ്കിലും കുഞ്ഞ് നടക്കാൻ വൈകുന്നതായിരിക്കും. ഇനി എപ്പോഴാണ് പേടിക്കേണ്ടതെന്ന് നോക്കാം. 18 മാസമായിട്ടും കുഞ്ഞുങ്ങൾ നടന്നില്ല എന്നാണെങ്കിൽ പേടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മസിൽസ് ഇപ്പോഴും സ്റ്റിഫ് ആൻഡ് ഫ്ലോപ്പി ആണ്. അതായത് കുഞ്ഞുങ്ങളുടെ മസിൽസ് ഇപ്പോഴും ഉറച്ചിട്ടില്ല എന്നാണെങ്കിലും ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. അടുത്തത്, കുഞ്ഞുങ്ങൾ സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്നില്ല, നടക്കുന്നില്ല എന്നിങ്ങനെയുള്ളതും പേടിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന് എപ്പോഴാണ് പല്ല് വരുന്നതെന്നും അതുപോലെ തന്നെ കുഞ്ഞ് എപ്പോഴാണ് നടന്നു തുടങ്ങിയതെന്നും താഴെ കമൻറ്റ് ചെയ്യുക. ഇത് വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഒരു പ്രചോദനമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ചാനൽ ഫോളോ ചെയ്യൂ.